എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂൺ 6-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കനത്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, അംഗനവാടികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. കനത്ത മഴ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട് കനത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കരുത്, റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കരുത്, മലയോര മേഖലകളിലും മലമ്പാതകളിലും രാത്രി യാത്ര ഒഴിവാക്കണം, മലയടിവാരങ്ങളിലും മരച്ചുവട്ടിലും വാഹനങ്ങൾ നിർത്തിയിടരുത് എന്നുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ലഹരി സംഘങ്ങളുടെ അടിവേരറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തുടങ്ങിയിട്ടുള്ള തൂഫാൻ ഇൻ്റലിജൻസ് ടീം രൂപീകരിച്ചു. പൊതുജനങ്ങൾക്ക് വിവരം നൽകുന്നതിന് 3 വാട്സപ്പ് നമ്പറുകളാണ് നൽകിയിട്ടുള്ളത്. 94 97 97 97 94, 94 97 92 77 97, 99 95 96 66 66 എന്നീ നമ്പറുകളിൽ വാട്സപ്പായി ലഹരി സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകാം. വിവരം നൽകുന്ന ആളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് രഹസ്യമാക്കി വെക്കുന്നതാണ്. സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം സജീവമായിട്ടുണ്ട്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഈ മാസം ഒറ്റ മാസത്തെ റേഷനാണ്. ഇലക്ഷനോടനുബന്ധിച്ച് 2 മാസത്തെ റേഷൻ ഒരുമിച്ച് നൽകിയിരുന്നു. അപ്പോൾ ഈ മാസത്തെ റേഷൻ ഒന്നാണ്, ഒരു മാസത്തേത് മാത്രമാണ് ലഭിക്കുന്നത്. നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയും ഇല്ല. അങ്ങനെയാണ് ഈ മാസത്തെ റേഷൻ ഉള്ളത്. ബാക്കിയുള്ളതെല്ലാം സാധാരണത്തെ പോലെ തന്നെയാണ്. വെള്ള റേഷൻ കാർഡിന് 4 കിലോ അരിയും 4 ആട്ടയുമാണുള്ളത്. നീല റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിലും 17 രൂപയ്ക്ക് ഓരോ 4 ആട്ടയും ലഭിക്കുന്നതാണ്. സൗജന്യമായിട്ട് ലഭിക്കുന്നത് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ളവർക്കാണ്. അരിയും ഗോതമ്പുമാണ് സൗജന്യം. ആട്ടയ്ക്ക് മഞ്ഞ റേഷൻ കാർഡിന് 7 രൂപ വീതവും പിങ്ക് റേഷൻ കാർഡിന് 9 രൂപ വീതവും നൽകേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, 2027 ദേശീയ സെൻസസ് നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തും ജൂൺ 16 മുതൽ സ്വയം രേഖകൾ സമർപ്പിക്കാനുള്ള അവസരമാണുള്ളത്. പുതിയ സെൻസസ് പൂർണ്ണമായും ഡിജിറ്റലായിട്ട് നടപ്പിലാക്കുന്ന സെൻസസിൽ 33 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ സ്വയം സമർപ്പിക്കാൻ കഴിയും. സ്വന്തമായിട്ട് സമർപ്പിക്കാൻ കഴിയാത്ത ആളുകൾക്ക് എന്യൂമറേറ്റർമാർ ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെകളിലെത്തി വിവരശേഖരണം നടത്തുന്നതാണ്. ആദ്യഘട്ടത്തിൽ വീടിൻ്റെയും ചുറ്റുപാടുകളുടെയും സെൻസസ് ആണ് എടുക്കുന്നത് എങ്കിൽ 2ാം വട്ടമാണ് ജനസംഖ്യ ജാതി സെൻസസ് നടക്കുന്നത്. അത് ഫെബ്രുവരി മാസത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുക. മാർച്ചോട് കൂടിയിട്ടാണ് 2027 സെൻസസ് പൂർത്തീകരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മെയ് മാസത്തെ പെൻഷൻ വിതരണം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ജൂൺ മാസത്തെ പെൻഷൻ എന്ന് ലഭിക്കും എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. ജൂൺ മാസത്തിന് മുമ്പ് വർധനവ് ഉണ്ടാകുമോ എന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിന്റെ പ്രത്യേക കാരണം 19-ാം തീയതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ബജറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ വലിയ പ്രതീക്ഷകളാണ് ഉള്ളത്. ഇതിൽ 3000 രൂപയിലേക്ക് പെൻഷൻ എത്തിക്കും എന്ന് പറഞ്ഞതിൽ ഘട്ടങ്ങളായിട്ടാണ് എങ്കിൽ 200 രൂപയുടെയെങ്കിലും വർധനവ് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്രത്തോളം ഇത് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കാര്യമാണ്. എന്താ 1000 ആണോ 2200 ആണോ ലഭിക്കുക എന്നുള്ളത് 19-ാം തീയതി അറിയാൻ കഴിയും. ഈ മാസത്തെ പെൻഷൻ 23-ാം തീയതി കടമെടുപ്പിന് ശേഷം 24-നോ 25-നോ വിതരണം ആരംഭിക്കും. ജൂലൈ 5-നകം എല്ലാവർക്കും വീടുകളിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിലാണ് ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക. അതേസമയം സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ മാസവും ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ബജറ്റിൽ എന്താണ് ഇതിനെ സംബന്ധിച്ച് ഫണ്ട് വകയിരുത്തുന്നുണ്ടോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം. ഇതുവരെ സർക്കാരിൽ നിന്നും ഒരു അറിയിപ്പ് സേവന പെൻഷൻ വിഭാഗത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഫോൺ കോൾ ഒന്ന് കേൾക്കുക. ഹലോ, നമസ്കാരം. പറയൂ. നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷന് പെടുത്തുന്നുണ്ടോ അറിയാനായിരുന്നു? നമുക്കിതുവരെ ഉത്തരവൊന്നും, നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഓർഡർ വരുമ്പോഴാണ് നമ്മൾ ഫണ്ട് റിലീസ് ചെയ്യുന്നത്. നമുക്ക് ഉത്തരവൊന്നും വന്നിട്ടില്ല. ലാസ്റ്റ് ചെയ്ത് മാർച്ചിലാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതെ. അതിനുശേഷം നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ഓർഡർ വന്നാലേ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ അത് വലിയ താമസമില്ലാതെ ലഭിക്കും എന്നാണ് പറയുന്നത്. ഉപേക്ഷിച്ചതായിട്ടുള്ള അറിയിപ്പില്ല. മാത്രമല്ല
ഒരു പ്രതീക്ഷ നൽകുന്നത് സൈറ്റിൽ ഇത് എല്ലാം ഇപ്പോൾ ആക്റ്റീവ് ആണ്, പുതിയ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും, നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയുന്നുണ്ട്. സേവന പെൻഷൻ വിഭാഗത്തിൽ ഈ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിഭാഗം നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പദ്ധതി വീണ്ടും തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്കെതിരെയുള്ള നിയമങ്ങൾ കർശനമാക്കി നടപ്പിലാക്കാൻ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. നിയമപ്രകാരം ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 3 മാസം വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തൊന്നും അത് നടപ്പിലാക്കി വരുന്നില്ല. 1000 രൂപയാണ് ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാലുള്ള പിഴ കേന്ദ്ര നിയമപ്രകാരം ഉള്ളത് എങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് അത് സംസ്ഥാനത്തിന്റെ അധികാര പരിധി വെച്ച് ഇളവ് വരുത്തിക്കൊണ്ട് 500 രൂപയാണ് ഈടാക്കുന്നത്. എന്നാൽ ഈ നിയമലംഘനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത് കർശനമായിട്ട് കേന്ദ്ര നിയമം നടപ്പിലാക്കാനാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നത് എന്നാണ് അറിയുന്നത്. ബാക്കിലിരിക്കുന്ന ആളും ഹെൽമെറ്റ് വെച്ചിട്ടില്ല എങ്കിൽ അത് ഡ്രൈവറുടെ അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആളുകളുടെ ലൈസൻസിനെയാണ് ബാധിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, KSRTCയിലുള്ള സൗജന്യ യാത്ര ഈ മാസം 15 മുതൽ തന്നെ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര ലഭിക്കുക. കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഈ യാത്രാ സൗജന്യം പ്രയോജനപ്പെടുത്താവുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകളും മറ്റ് ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകളും ഇനി അങ്ങോട്ട് ഗ്യാസ് ലഭിക്കണം എങ്കിൽ നിങ്ങൾ KYC പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും KYC നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയോ അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസികളിലെത്തിയോ ഗ്യാസ് ഏജൻസികളുടെ ഗ്യാസ് കമ്പനിയുടെ മൊബൈൽ ആപ്പ് മുഖേനയോ KYC നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. സ്ഥാനത്ത് ഇപ്പോൾ മോഡിഫിക്കേഷൻ വലിയൊരു ചർച്ചാ വിഷയമാണ്. സർക്കാർ ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിയിപ്പും നൽകിയിട്ടില്ല. വാഹന വകുപ്പ് ഗതാഗത കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അതെല്ലാം പുറത്തു വന്നത്. ഇതിൽ പ്രധാനമായിട്ടും വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളും മോഡിഫിക്കേഷന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. സ്റ്റിക്കർ പതിക്കാം, അശ്ലീലമല്ലാത്ത സ്റ്റിക്കർ വാഹനങ്ങളിൽ പതിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ അനുവദിക്കും എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വാഗ്ദാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ അത് എത്ര കൂടിയതായാലും സ്റ്റിക്കർ അപകടകരമല്ലാത്ത ഒരു മോഡിഫിക്കേഷൻ ആണ്. ആ ഒരു സ്റ്റിക്കർ വർക്കുകൾക്ക് അനുമതി നൽകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മുൻപ് ഇല്ലാത്ത കാര്യമാണ്. കേവലം ഒരു വാഹന അപകടത്തിന്റെ പേരിൽ, അതായത് ഒരു ടൂറിസ്റ്റ് ബസ് അപകടത്തിന്റെ പേരിൽ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളുടെയും നിറം ഏകീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, നേരത്തെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വളരെ കളർഫുൾ ആയിരുന്നു, വളരെ ഭംഗിയോട് കൂടിയിട്ട് പല നിറത്തിലുള്ള ടൂറിസ്റ്റ് ബസ്സുകളായിരുന്നു എങ്കിൽ ഇപ്പോൾ അതെല്ലാം വെള്ള കളറാണ്. അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഗതാഗത മന്ത്രി ആന്റണി രാജു ആയിരുന്ന സമയത്താണ് ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. കൂളിംഗ് ഫിലിം വരെ ഒട്ടിക്കാൻ കഴിയാത്ത സ്ഥിതി ഗതാഗത മന്ത്രി ആന്റണി രാജു ആയിരുന്ന സമയത്തുണ്ടായിരുന്നു. പിന്നെ ഗണേഷ് കുമാർ വന്നപ്പോൾ അതിനൊരു അനുമതി ലഭിച്ചിരുന്നു. എന്നാലും സ്റ്റിക്കർ പതിക്കുന്നതിന്, വാഹനത്തിന്റെ മുകളിൽ സ്റ്റിക്കർ പതിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അത് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ബൈക്കിന് 4 ടയർ വെച്ച് കാറാക്കി ഓടിക്കാം എന്നുള്ളതൊന്നും ആരും പ്രതീക്ഷിക്കരുത്. അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ മാത്രമാണ് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് നടപ്പിലാവുകയുള്ളൂ എന്ന് ബുദ്ധിയുള്ള എല്ലാ ആളുകളും നേരത്തെ തന്നെ ചിന്തിച്ചതാണ്. അല്ലാതെ വാഹനത്തിന്റെ ഉള്ളിൽ നിന്നും തീ പാറിച്ച് ഓടിക്കുന്ന ആ ഒരു പരിപാടിയൊന്നും റോട്ടിൽ നടക്കില്ല എന്നുള്ളത് നമുക്ക് മുമ്പേ അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം കേന്ദ്ര നിയമത്തിന്റെ പരിധിയിൽ പെടുന്ന കാര്യമാണ്. മറ്റുള്ള ആളുകൾക്ക് അസ്വാരസ്യമുണ്ടാക്കുന്ന രീതിയിലുള്ള യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ വാഹനം മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് നടത്തുന്നത് ഒരിക്കലും ഒരു ഗവൺമെന്റും അനുവദിക്കാൻ പോകുന്നില്ല. അപ്പോൾ അപകടകരമല്ലാത്ത എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇതെല്ലാം അതിൽ പെടും എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്ററിയിപ്പുകൾ നോക്കാം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം.